എന്നാ പിന്നെ ശരിയാളയാ, ഞങ്ങൾ ഇറങ്ങും. അപ്പം കൺഗ്രാജുലേഷൻസ്. എന്നാലും നിനക്ക് എൻ്റെ അടുത്തൊന്ന് പറയായിരുന്നു. പോട്ടെ, ശരി. പോകാനുള്ള സമയമൊന്നും ആയില്ല. കുറച്ചും കൂടി കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ആൻഡ് വിച്ചു, ഇത് ഞാനായിട്ട് നിനക്കൊരു ഓപ്പർച്യൂണിറ്റി ഇട്ട് തന്നേ. സോ നീ ആയിട്ട് തന്നെ നിന്റെ ഫീലിങ്സ് അവളുടെ അടുത്ത് പറയണം, കേട്ടാ? അല്ലാതെ അവൾ ആദ്യം വന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതാണ്. സോ യു ഹാവ് ടു ഡു ദാറ്റ്. ഗോ ആൻഡ് പ്രപ്പോസ് ഹർ. വി ആർ ഹിയർ. മക്കളിവിടെ എന്തോ നടക്കുന്ന ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. അതെന്റെ ഒരു ചെറിയ അഭിനയല്ലേ. ഐ തിങ്ക് മൈ ആക്ടിംഗ് സ്കിൽ ഈസ് വെരി പെർഫെക്റ്റ്. സോ ആരും അതിൽ ഡൗട്ട് അടിച്ചില്ല. വിച്ച് പോലും ഒന്ന് കാണിച്ചു നിന്നു. ആദ്യം ചെന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പം, ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമാണെന്ന് പറയുന്നതിൽ ഒരു ഫീലില്ല. ആദ്യം വന്നപ്പോൾ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വിച്ച് ഇതുവരെ അവന്റെ ഫീലിങ്സ് കൺവിൻസ് ചെയ്തിട്ടില്ല. സോ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ഐഡിയ വന്നു, ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്തു. ബിക്കോസ് ആദ്യം ഡിസർവ് ബെറ്റർ. കാണിച്ചേ നിനക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൂടെ? എന്തെങ്കിലും പറ്റിപ്പോയെന്നെങ്കിൽ എന്തോ വേദന. അതിന് ഞാൻ എന്തോ ആലോചിച്ചോണ്ട് നടന്നതാ. പെട്ടെന്ന് അല്ല, നീ വിച്ചിട്ട് എന്താ? ആദ്യം നീ എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയാണ്. എത്ര വർഷമാടി, എത്ര വർഷമാണ് ഞാൻ ഒരു പോസിറ്റീവ് സാധനം, ഒരു ഹിന്റ് പോലും തരാതെ, എനിക്ക് നിന്റെ അടുത്തുള്ള ഫീലിങ്സ് പോലും ഉണ്ടെന്നറിയാതെ നീ എന്നെ മനസ്സിൽ കൊണ്ടു കിടന്നത്. ഇതാണ് നീ എന്നെ മനസ്സിലാക്കിയ? ഇതാണ് നീ എന്നെ പ്രണയിച്ച? ഒരാള് വന്നിട്ട്, പെൺകൊച്ച് വന്നിട്ട് അവനെനിക്കിഷ്ടമാണ്, നമ്മളത് പ്രണയത്തിലാണ്, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇറ്റ്സ് ഓക്കേയിൽ അവസാനിപ്പിക്കാവുന്ന പ്രണയം, അതിന് മൂവ് ഓൺ ചെയ്യാവുന്ന വ്യക്തിയായിരുന്നു നീ. അത്രേ ഉള്ളായിരുന്നു നിനക്ക് എൻ്റെ അടുത്തൊക്കെ ഫീലിങ്സ്. അന്ന് നീ ഒന്നിൻ്റെ അടുത്ത് ഫീലിങ്സ് പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമായിരുന്നു അന്നേരം. ഞാൻ നേരെ ചെന്ന് ആദ്യയുടെ അടുത്ത് വഴക്കുറഞ്ഞപ്പോൾ അവനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും, എന്തിനാ അവൻ്റെ അടുത്ത് പോലും അഭിപ്രായം ചോദിച്ച് എല്ലാം തിരക്കി ഫ്യൂച്ചറിൽ എനിക്കോ നിനക്കോ ഒരു വിഷമം, അവർക്കോ ഒരു വിഷമം വരില്ല എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് നീ വന്ന് എൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്തേന്ന്. സത്യം പറഞ്ഞ അന്നേരം എനിക്ക് നിന്റെ അടുത്ത് തോന്നിയ റെസ്പെക്റ്റ് ഉണ്ടല്ലോ, ആ ഫീലിന്റെ പേര് റെസ്പെക്റ്റ് ആണെന്ന് എനിക്കറിയാം. റെസ്പെക്റ്റ് ആയിരുന്നു എനിക്ക് നിന്റെ അടുത്ത്. മറ്റു പെമ്പിളരെ പോലെ കുറച്ചാൾ കഴിയുമ്പോൾ അച്ഛനും അമ്മയും സമ്മതിക്കൂല, നമുക്ക് ഒന്നിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ആ ഒരു മനുഷ്യനെ കുത്തി നോവിക്കാതെ ആദ്യമേ അവരഭിപ്രായം ചോദിച്ച് അത് മനസ്സിലാക്കി അന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പഠിക്കാൻ പോയതിനു ശേഷം എൻ്റെ കൂടെ 24/7 കൂടെ നിന്ന് അഭിനയക്കായിട്ട് ഞാൻ മിസ് ചെയ്തത് നിന്നെ. സത്യം പറഞ്ഞാൽ നിന്നെ എത്ര പ്രാവശ്യം എൻ്റെ മനസ്സ് ഇങ്ങോട്ട് വരാനായിട്ട്, നിന്നെ കാണാനായിട്ട് എന്നിട്ട് എത്ര മാത്രം ഇതായിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിന്നാണ്. ബിക്കോസ് ഞാൻ കാരണം നിന്റെ സ്റ്റഡീസിന്, നിന്റെ ഫ്യൂച്ചറിന് ഒരു പ്രോബ്ലം വരില്ലെന്ന് വിചാരിച്ചു. വന്ന ഉടനെ നിന്റെ അടുത്ത് ഒന്ന് കൺവിൻസ് ചെയ്ത് നിന്നെ എൻ്റെ ആക്കളൊന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ചും കൂടി സമയം എടുക്കാം. ഇന്ന് നിന്നെ കണ്ട് നീ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോണ്ടല്ലോ എനിക്കുണ്ടായിരുന്ന ഫീലിങ്സ്, നീ സത്യം പറഞ്ഞ അന്നേരം ഒരു ചോദ്യം കംപ്ലീറ്റ് ചെയ്യാൻ അവസാനിപ്പിക്കാൻ സമ്മതിക്കാതെ നിന്റെ അടുത്ത് യെസ് എന്നും പറഞ്ഞ് നിന്നെ എന്നോട് ചേർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതൊന്നും അല്ല ആദ്യം നിന്നെ പ്രതീക്ഷിച്ച.
ഞാൻ കണ്ടിട്ടുള്ള ആദ്യം അഭി പറഞ്ഞു കേട്ടിട്ടുള്ള ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു. യു ആർ ഫൈറ്റർ. ഞാൻ വിചാരിച്ച് യു ഹാവ് ടു ഫൈറ്റ് ഫോർ മീ, ബട്ട് നോ, ഐ ഫെയിൽഡ്. അത് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ആകെ ഉള്ളൊരു ഫാമിലി അഭിയാണ്. ആ ഫാമിലി എൻ്റെതായിട്ട് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരിക്കും. അത് നിങ്ങളോട് കിട്ടുമ്പോൾ ഐ എം വെരി വെരി ഹാപ്പി ഫോർ ദാറ്റ്. എന്താ അതിന് എന്നെ കുറിച്ച് ചിന്തിക്കാത്ത? വൈ ആദി? Now I want to spend my whole life with you. What is your opinion? Do you really want to move on from me? എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചേട്ടനാക്കാനല്ല എൻ്റെ കൊച്ചിനെ അച്ഛനാക്കാനാണ് ആഗ്രഹം. ഇപ്പൊ ഞാൻ പറയാം, I want to be your children's father. Are you accepting me? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ആ ചേച്ചി വന്ന് നിന്റെ മുമ്പ് വെച്ചല്ലേ പറഞ്ഞു നിങ്ങൾ തമ്മിൽ കല്യാണം ഉറപ്പിക്കുക. പിന്നെ എന്റെ അടുത്ത് അച്ഛനും അമ്മയും ചേട്ടനും പറഞ്ഞു ഒരിക്കലും നിന്നെ ഫോഴ്സ് ചെയ്യണം. നിന്റെ ഇഷ്ടത്തിന് നീ ഒരാളെ ചൂസ് ചെയ്ത് ഞാൻ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന എങ്ങനെയാ? നിനക്കവിടെ ഇഷ്ടമല്ല, ചേച്ചിന് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറ്. പക്ഷെ നീ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മിണ്ടൂല. I don't want to move on. Hey, lovebirds. எப்படி இருந்தது என்னோட ஆக்டிங்? എന്തായാലും ഞാൻ വിചാരിച്ചവരെ കാര്യം നടന്നില്ലേ? ആദി, tell me, എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ്? ഒത്തിരി ഹാപ്പി, താങ്ക് യു സോ മച്ച്. പക്ഷേ എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞ? ഞാൻ ഇവന്റെ മുമ്പ് കരയൂരാന്ന് വിചാരിച്ചതാ. അതേ, എന്റെ ആദി ഇവിടെ വന്ന് വിച്ചുവിന്റെ അടുത്ത് ചോദിച്ചപ്പോഴേ ആദിക്ക് അറിയാമായിരുന്നു വിച്ച് വയസ്സായിരിക്കും പറയാൻ പോകുന്നതെന്ന്. എന്ന് വെച്ചാൽ അവന് വേറെ റിലേഷൻഷിപ്സ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട്. അപ്പൊ പിന്നെ നിന്റെ ആ കോൺഫിഡൻസ് ലെവൽ അധികം കൂടുതലായിക്കൊണ്ട് അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ പ്ലാൻ ചെയ്തത്. ഇതിൽ വിച്ചുവിനെ വേറെ ആർക്കൊരു പങ്കിട്ടില്ല കേട്ടോ, എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് കോൺഫിഡൻസ് ആവാം, പക്ഷെ ഒരാളെ ഫീലിങ്സ് വെച്ച് ഓവർ കോൺഫിഡൻസ് പാടില്ല. കാര്യം അവരുടെ ഫീലിങ്സിനെ നമ്മളല്ല നിയന്ത്രിക്കുന്നത്, കേട്ടാ? നമ്മളെ ചോദ്യം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് അവൻ വേറെ റിലേഷൻഷിപ്പിലല്ല, സോ യെസ് ആയിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നാണ്. അത് മാറ്റി തരാനാ ചെറിയ ഡോസ് ആ ഓവർ കോൺഫിഡൻസിന്. അത് ശരിയാ, എനിക്ക് ചെറിയ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് എന്തിനുണ്ടെങ്കിലും വിച്ച് ഏട്ടൻ്റെ അടുത്ത് പറയും. അപ്പം ഏട്ടൻ ഇങ്ങനൊരു കാര്യം എന്തായാലും ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് വന്ന് പറയും, ഇതിവിടെ വെച്ച് നിന്റെ ഫീലിങ്സ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, അവന് വേറെ റിലേഷൻഷിപ്പ് കിട്ടായി എന്ന്. പക്ഷെ അതങ്ങനെയൊന്നും ആവാത്തത് കൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ കോൺഫിഡൻസ് ലെവൽ ഞാൻ അപ്പാടെ തകർക്കണം. ചേച്ചിയുടെ വരം. നല്ലൊരു വരപ്പട്ടി, നീ എന്ത് ഗിഫ്റ്റാണ് ഇവന് കൊടുക്കാൻ പോണ ബർത്ത്ഡേ ആയിട്ട്? നീ എന്തൊക്കെ അവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ വലിയ ധൃതി വെച്ചൊക്കെ ഇറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഓഹോ ഇന്ന് തകർക്കൂന്ന്. ഒന്നും ഇല്ലേ, എല്ലാവരും ഷോ ആയിരുന്നില്ലേ?
ആഹാ, ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്, അതും തരാതെ പോവാൻ നോക്കിയ. അപ്പൊ എടുത്തെടുത്ത എവിടെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്? ഗിഫ്റ്റ് അല്ലേ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ തരാം കേട്ടോ. അതെയോ കേട്ടോ. കൊച്ചിന് പിന്നെ നിന്നെ ഉണ്ടല്ലേ, കൊച്ചിനെ നോക്കാനായിട്ട് എന്റെ ബർത്ത്ഡേ ആയിട്ടാണ് ഉപദ്രവിച്ചേക്കുന്നത്. പിന്നെ എന്ത്? ഓ കൊച്ചല്ല കൊച്ച്. ഞാൻ ഇത്രയും നേരം എന്നെ കഴിഞ്ഞ ആരും കണ്ടില്ല. ഓ എന്നെ ഇത്രയും സങ്കടപ്പെടുത്തിയിട്ട് ബർത്ത്ഡേക്ക് ഞാൻ ഇപ്പൊ കൊടുക്കാൻ ഞാൻ ഗിഫ്റ്റ് ഒന്നുമില്ല, ഗിഫ്റ്റില്ല ഒന്നുമില്ല, എന്റെ ഒന്നുമില്ല, ഞാൻ ഒന്നും കൊടുക്കൂല. ഗിഫ്റ്റായി അമ്മ, ഞാൻ നിങ്ങളെ മോളാണ്, നിങ്ങൾ എന്നെയാണ് സപ്പോർട്ട് ചെയ്യാനുള്ള. ഓ ഒരു മോൻ പോലും. കൊച്ചു വന്നേക്കണോ കൊച്ച്? അത് ഞാൻ എന്തിരിയത്? ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മ, സത്യമാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല. മനസ്സാ വായിച്ച കർമ്മന, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടാണ് എല്ലാത്തിനും കാരണം. ഓ അവിടെ ഒരു സർപ്രൈസ് പൂർത്തിയാക്കുന്നു. ഓ മര്യാദയ്ക്ക് അന്നേരം എസ് പറഞ്ഞ് ശരിയാക്കിയായിരുന്നു. അവിടെ കുറെ സർപ്രൈസ് കൊണ്ട് വന്നേക്കട. നിനക്ക് ഞാൻ തരോടി, നിനക്ക് എന്തെങ്കിലും ഞാൻ തന്നെ ഹെൽപ്പ് വേണം. എന്നിട്ട് ഹെൽപ്പുന്നുണ്ട്, നേരത്തുന്നുണ്ട്. ഞാൻ അങ്കിളിനെ വിളിക്കട്ടെ, ഞാൻ നിന്റെ എല്ലാ പരിപാടി ഞാൻ തരാം. അവിടെ നിന്നെ സഹായിക്കാൻ ഞാൻ വരുന്നുണ്ട്. നീ കാത്തിരിക്കട്ടെ, നിനക്ക് ഞാൻ സഹായിക്കാം. നീ വെച്ചു നീ കളിക്കല്ലേ, അറിയാലോ നടക്കേണ്ട കാര്യം. നീ ഇല്ലാതൊന്നും നടക്കൂല. നീയാണെന്റെ എല്ലാം, നിന്നിലാണ് ഞാൻ എന്റെ വിശ്വാസം അർപ്പിച്ചേക്കുന്നത്, മറക്കല്ലേ. ഓടി കുടുംബക്കടയ്ക്ക് ബർത്ത്ഡേ ആയിട്ട് എന്റെ കൊച്ചിനെയും കരയിപ്പിച്ച് എന്നെയും കരയിപ്പിച്ച് എന്നിട്ടുള്ള സർപ്രൈസ് ഒരു പൊക്കോണ്ടാ. ചേച്ചി താങ്ക് യു സോ മച്ച്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഒത്തിരി ഹാപ്പിയാണെന്ന്. കാരണം ചേച്ചിയുടെ എൻട്രി ഒരു ഗ്രാൻഡ് എൻട്രി ആയിരുന്നു, വേറൊന്നുമല്ല. വെറും യെസ് എന്നും പറഞ്ഞ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനെന്ന് വിചാരിച്ചിരുന്ന എനിക്കിപ്പോൾ കിട്ടിയതൊരു എന്തിനാണ് വേൾഡ് കപ്പ് കിട്ടിയൊരു ഹാപ്പിനെസ് ഉണ്ട് എനിക്കിപ്പോൾ. അത്രയും ഹാപ്പിയാണ് ഞാൻ. എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച സാധനം എൻ്റെ കയ്യിൽ ചേച്ചി കൊണ്ടുവന്ന് ഭദ്രമാക്കി വെച്ച് തന്നു. ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു. ചേച്ചിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. എന്ത് കുരുട്ടുകുത്തിയാണോ ഞാൻ പറഞ്ഞുതരും, ഉറപ്പ്. ഇതെന്റെ വാക്ക്. പിന്നെ അച്ഛ അമ്മ ചേട്ടാ, അപ്പൊ ശരിയെന്നാ നിങ്ങൾ വെക്കൂട്ടോ. ഓക്കെ ഡൺ. അത് തീർച്ചയായും വിളിക്കും. എനിക്ക് കുരുട്ടുകുത്തിയുടെ ആവശ്യമാണ് ഏറ്റവും കൂടുതൽ. നിങ്ങളുടെ ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. എന്റെ ബോയ് ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്തോളും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകാൻ നോക്ക് കേട്ടാ. നമ്മളൊന്ന് കറങ്ങി ചുറ്റിയിട്ടൊക്കെ വരാം. വിളിച്ച് പോവാം. പിന്നെ ചേച്ചി ഇതിനെ പിന്നെ വിട്ടുതരാം. എന്താണ് ഇന്നത്തെ കഴിഞ്ഞിട്ട് നാളെ തൊട്ട് വിട്ടുതരാം കേട്ടാ. അപ്പം ശരി, എന്നിട്ടാ വീട്ടിൽ പോടാ മഞ്ഞോളാതാ. ചേട്ടനാണ് പോലും, ചേട്ടൻ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ വേണ്ടി ചേട്ടൻ ഞാൻ പോണു. അപ്പൊ അച്ഛാമ്മ ശരിയെന്നാ, നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഡേറ്റിനൊന്ന് പോയിട്ട് വന്നേക്കാം. നിങ്ങളൊക്കെ ഇവിടെ ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ടൊക്കെ വരാം. എന്നാരും കാത്തിരിക്കണ്ട. അപ്പം ശരിയെന്നാ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കൊച്ചിനൊന്നും ചെയ്തേക്കല്ലേ, പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ മോനെ വെച്ചു, നീ വരുമ്പോ അവിടെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോ അവിടെ നിൽക്കാം. ഞാൻ ഫുഡൊക്കെ പോയി ഉണ്ടാക്കാം. വേഗം വന്ന് വരണാ നോക്കണം കേട്ടാ. ഈ പെണ്ണിനെ കൊണ്ട് അധികം ദൂരമൊന്നും നിൽക്കല്ലേ. നീ വേഗം വീട്ടിൽ വരാൻ നോക്ക്. ശരിയെന്നാ, പോയിട്ട് വാക്കളെ. സന്തോഷമായിട്ട് രണ്ടുപേരും കൂടെ പോയിട്ട് ഏട്ടാ. വാ പോവാ. ആടാ അമ്മ ഒരു അരമണിക്കൂർ അതിനുള്ളിൽ അങ്ങ് എത്തിയേക്കാം. ശരിയെന്നാ, വാ. അളിയാ ശരിയാ, ആദി നാളെ കാണാം, ബൈ. അളിയാ അതിനെ സൂക്ഷിച്ചോണ്ടേ. നിന്റെ കൂടെ പറഞ്ഞ അത്ര നല്ല പുള്ളിയൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി, നിനക്ക് ആലോചിക്കാൻ സമയമുണ്ട് കേട്ടാ. ഇതിപ്പോ ഞാനാണ് അവരെ മോള്, നീയാണ് അവരെ മോള്. ഇതെല്ലാം മരുമോളടുത്ത് പെരുമാറുന്ന തന്നെ എന്റെ അടുത്ത് പെരുമാറുന്ന. ഞാൻ പെട്ടെന്ന് വീട്ടിൽ എത്തണ്ടേ? നീ മാത്രം വീട്ടിൽ വന്നാൽ മതിയാ. വാ നടക്ക് പോവാ. കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങി. ഇനി പോവാ നമുക്ക്. വല്ല കാര്യം ഉണ്ടാകുന്ന കനക്ക് അവിടെ നിന്ന് കേട്ടില്ലെങ്കിൽ സമാധാനം ഇല്ലല്ലേ. പിള്ളേരോ കാര്യങ്ങൾ. അല്ലടോ, താൻ എങ്ങനെയാ പോകുന്ന? വണ്ടി ഉണ്ടോ? ഇതെങ്ങനെ ഡ്രോപ്പ് ചെയ്യാം? ഈ സമയത്തൊക്കെ ഇവിടുന്ന് ക്യാബ് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാൻ തന്നെ.
വേണ്ട നീ, ഞാൻ വണ്ടി കൊണ്ടാ വന്ന. ക്യാബ് വിളിച്ചു വന്നാൽ ഈ സമയത്തൊന്നും ഞാൻ എത്തൂരെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് വന്നു. ഞാൻ ഈ സമയം ഒത്തിരി താമസിച്ചു. ഇനി അങ്ങ് എത്തിയില്ലെങ്കിൽ എനിക്കിട്ട് പാര പോവും. ബൈ ആന്റി അങ്കിൾ, ബൈ, പിന്നെ കാണാം. അവേ ബൈ. கண்ணிரண்டில் மோதி நான் விழுந்தேனே, காரணம் இன்றியே நான் சிரித்தேனே, என் மனதும் ஏனோ என்னிடமில்லை, வேண்டியே உன்னிடம் நான் தொலைத்தேனே, என் உயிரின் உயிரே, என் நிலவின் நிலவே, உன்னருகில் வரவே நீ தருவாய் வரமே. ஊருக்குள்ள கோடி பொண்ணு யாரையும் நினைக்கலையே, உந்தன் முகம் பார்த்த பின்ன எதுவும் பிடிக்கலையே, பொன்னோடைய பார்வையில என் உடம்பு வெகுதடி, பக்கத்தில நீ இருந்தா என் வயசு நகுதடி, கண்ணிரண்டில் மோதி நான் விழுந்தேனே, காரணம் இன்றியே நான் சிரித்தேனே. ആദി, എനിക്ക് നിങ്ങൾക്കുള്ള ഫീലിങ്സ് അത് പ്രണയമെന്ന് എന്നെ മനസ്സിലാക്കി തന്നത് ആദ്യ. അവള് കളിയും ചിരിയും പ്രശ്നങ്ങളുണ്ടെന്നേ ഉള്ളൂ. പാവ ഇത്രയും ഓപ്പണായിട്ട് ഇൻട്രോവേർട്ടായിരുന്നു നിനക്കറിയാല എന്ന് എന്നെ മാറ്റിയതവളാണ്. ഒരു ഫ്രണ്ടല്ല അവൾ എനിക്ക്, എൻ്റെ സ്വന്തം കൂടെപ്പിറപ്പ്. അങ്ങനെ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. അവൾ എന്താണോ നിന്നെ എനിക്കിഷ്ടമാണ്, നിന്റെ അടുത്തുള്ള എൻ്റെ ഫീലിങ്സ് പ്രണയമാണെന്ന് മനസ്സിലാക്കി തന്നത്. അന്ന് മുതൽ അവളെനിക്ക് സ്പെഷ്യലാണ്. ലൈക്ക് അഭി, അവനെ പോലെ തന്നെ അവളും എനിക്ക് സ്പെഷ്യലാണ്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് പോയപ്പം അവൾക്ക് ഒരു റിങ് എടുക്കാൻ വേണ്ടി പോയതാ. അപ്പോഴേക്കും അവൾക്ക് വേറെ കൊടുത്ത സർപ്രൈസ്. അപ്പം ഞാൻ നിനക്ക് വേണ്ടി ഒരു സാധനം അവിടെ കണ്ട് ഇഷ്ടപ്പെട്ടു. അത് കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ. അപ്പം ഞാൻ അത് നിനക്ക് വാങ്ങി. എനിക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത്, എൻ്റെ മനസ്സിൽ രാജകുമാരിക്ക് ഇവരെ ഇത് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ അത് വാങ്ങി. Why? Forever and ever and ever. Can you? വിച്ചു, നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ പ്രണയമല്ല എൻ്റെത്. നിന്നിൽ നിന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്നും ഞാൻ തരുന്ന പ്രണയം, അത് മാത്രം. അത് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് കിട്ടണമെന്ന് എനിക്ക് വാശിയല്ല, ആഗ്രഹമായിരുന്നു. ആഗ്രഹം സത്യമായിക്കൊണ്ട് ഇപ്പോൾ അതെനിക്ക് കിട്ടി. നീ എനിക്ക് എന്ത് തന്നാലും അതെനിക്ക് സ്പെഷ്യലാണ്. ബിക്കോസ് യു ആർ വെരി വെരി സ്പെഷ്യൽ ഫോർ മീ. നീ ജസ്റ്റ് എന്നെ എൻ്റെ മുഖത്തോടെ ചിരിച്ചാൽ മതി. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. നീ ഒരു മുട്ടായി കൊണ്ട് തന്നിട്ട് അത് ഇറ്റ്സ് മൈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തന്നാലും ഐ എം ഹാപ്പി, വെരി വെരി ഹാപ്പി. നീ എന്നെ കൊണ്ടുവന്നൊരു ഒരു കൊച്ചു ചായക്കടയുടെ മുമ്പിൽ നിർത്തിയാൽ ദാറ്റ് ഈസ് ഹെവൻ ഫോർ മീ. അതെനിക്ക് സ്വർഗമാണ്. അത്രയ്ക്ക് സ്പെഷ്യലാണ് എനിക്ക്. എൻ്റെ മുമ്പിൽ നീ ഇത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടൂല എന്ന് ചോദിച്ചാൽ ഐ റിയലി ലൈക്ക് ദിസ്. എനിക്ക് ഒരിക്കലും നിന്നെ കൈവിടാൻ പറ്റില്ല. ഈ എന്തൊരു ഫാൻറ്റസിയിലൊക്കെ പറയുന്നതൊക്കെ 7 ജന്മം എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്നത്. എത്ര ജന്മമാണെങ്കിലും അത്രയും ജന്മം എനിക്ക് നിന്നെ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. ആർക്കു വേണ്ടി നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ആർക്കു വേണ്ടി. അന്ന് ഞാൻ അമ്മയടുത്ത് വെച്ചിട്ട് പറഞ്ഞപ്പോൾ ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞു. അത് നീ തെറ്റുകാരനൊന്നും ആയിക്കൊണ്ടല്ല, ഞാൻ നിനക്ക് ചേരുന്നവളല്ല എന്നതുകൊണ്ടാണ്. നിന്നെ ഞാൻ സങ്കടപ്പെടുത്തും അല്ലെങ്കിൽ നിന്നെ ഞാൻ വിഷമിപ്പിക്കും, നിനക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഓർത്താണ് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. എനിക്കതിലൊട്ടും വിഷമമില്ല. പക്ഷേ അന്ന് അമ്മ അങ്ങനെ പറഞ്ഞിട്ട്
നിന്റെ കാര്യം നോക്കുന്നു പറഞ്ഞപ്പോ ഞാൻ ചെല്ലാൻ പോയി. അമ്മേനെ സമ്മതിക്കില്ല, എങ്ങനെയാ സമ്മതിപ്പിച്ചു നിന്നായിരുന്നു. പക്ഷെ ഏട്ടൻ വന്ന് ഏട്ടൻ സമ്മതിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അതേപോലെ ഇപ്പൊ ഞാൻ ആദ്യ ചേച്ചിനെ ഒത്തിരി ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട്. വിച്ച് പറഞ്ഞു നിനക്ക് ലൈക്ക് ഹാപ്പി. അതെ, എൻ്റെ ചേച്ചിനെ പോലെ എൻ്റെ സ്വന്തം ചേച്ചിയായി. And I accepting you. That is not a question. I accept you for you. Forever and ever and ever. For my last breath, I want to be with you. I love you. Love you, love you, love you, love you more than anything in this world. I want you. I want to live with you. And I want to live our kids. കിഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ കിഡ്സിൻ്റെ അടുത്ത് എനിക്ക് ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാൽ എന്തൊക്കെ വന്നാലും ശരി, എൻ്റെ ചേട്ടനില്ലേ അവനെ കൊണ്ട് ഒരു കുട്ടീനെങ്കിലും നമുക്ക് അധികം വേണം കേട്ടല്ലോ. ആദ്യ വഴി വെച്ച് അവസാനിപ്പിക്കാനാണ് നിന്റെ ശ്രമം. നോക്കൂ, നമ്മുടെ മണ്ടൂല എനിക്ക് അവനെ ഈ കാര്യത്തിൽ എന്നെ തോപ്പിക്കണം. അവൻ ഭയങ്കര അഹങ്കാരം. അവൻ മാറ്റി കൊടുക്കണം എനിക്ക് എൻ്റെ കൊച്ചിനെ കാണിച്ച്. ഇത് വന്നാല് ഇത്ര വലിയ കടുത്ത തീരുമാനങ്ങൾ നടത്തുകയാണെങ്കിൽ നീ ഇതും പറഞ്ഞോണ്ടല്ല അവൻ്റെ അടുത്ത് ശരി. അവൻ നിന്നെ നാട്ടി വാശിയാണ് കേട്ടല്ലേ. ഇനിയൊക്കെ രണ്ടും കൂടെ ചേർന്ന നമ്മളാരും പാടാൻ. നീ എന്തിനടി എന്റെ പൊന്നാണ് അമ്മ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ ശാപമൊക്കെ പറഞ്ഞ ആ പെണ്ണ് നിന്നെ പ്രാവിക്കൊല്ലും കേട്ട. എന്നാലും ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നീ അതിന് വേണ്ടിയിട്ട് പെണ്ണാനിക്കുന്നു. എന്നാലും ഞാൻ പറയണ അഭിരത്ത് നിന്നെ കരുതുള്ള വ്യക്തിയുണ്ട്. എനിക്ക് വയ്യ പാവം ഞാൻ. ആദ്യമേ തന്നെ ഇങ്ങനെ തളർത്തല്ലേണ്ട. നമ്മൾ കരുത്താർജിക്കണം. കല്യാണം വരെ പറയുന്നുണ്ട്, കരുത്താർജിക്കണം കേട്ടാ. നിന്നെ കൊണ്ട് സാധിക്കും, ഞാൻ നിന്നെ സഹായിക്കാം. ഐ വിൽ ഹെൽപ് യു. എനിക്ക് ചോദിക്കാൻ സ്റ്റാമിന് വന്ന സാധനങ്ങൾ വാങ്ങിത്തരാൻ പോയി. എന്റെ മുത്തയില് പിന്നെ ചൊക്കലല്ലേ നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ അവരുടെ പെണ്ണിന്റെ കാര്യം അതൊക്കെ ഞാൻ അവനെ തോപ്പിച്ചിരിക്കും. കുറച്ചു നേരമായി. അല്ല, അഭി പറഞ്ഞാ നീ എന്തൊക്കെ സർപ്രൈസ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. എന്നിട്ട് എന്റെ ഗിഫ്റ്റ് എവിടെ? എനിക്കൊന്നും കിട്ടിയില്ല. അത് പെൻഡിങ് ആണ്. വേർ ഈസ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ്? കം ഓൺ ഫസ്റ്റ്. ഗിഫ്റ്റ് തരാലോ. താങ്ക് യു. പക്ഷേ ഞാനും വിചാരിച്ചതാ. പക്ഷേ എന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സ്പെഷ്യൽ ഡേയിൽ കൊടുക്കണമെന്നായിരുന്നു. അതങ്ങനെ വിചാരിച്ച ഞാൻ വന്നത്. പക്ഷേ എന്നെ പറയിപ്പിച്ചില്ലേ ഒന്നും. എനിക്ക് പനയിൽ കയറി പനം കറി കിടക്കുന്നതിനേക്കാൾ ഇഷ്ടം നമ്മളെ ചെന്തെങ്ങിൽ കയറി അതിന്റെ കറി. അങ്ങനെ മോൻ ചെന്തെങ്ങി കയറണ്ട കേട്ടാ. പൊമ്പാ പോവാ. ഓ ആ ഞാൻ അതെ ചെന്തെങ്ങി. അങ്ങനെ മോൻ ചെന്തെങ്ങി കയറണ്ട കേട്ടാ. പൊമ്പാ പോവാ. ആ കരുക്ക് ഞാൻ എടുക്കും മോളെ, എനിക്ക് ആവശ്യമുള്ളപ്പം. പിന്നെ സമയമുണ്ടല്ലോ അപ്പം. ഇപ്പം വാ. ശരി, അമ്മേന്ന് നല്ലത് കിട്ടും ഇനി പേര് ചെല്ലുമ്പോ. എനിക്കല്ല, നിനക്ക്. കൊള്ളാം. ഇതല്ല ഇതിനപ്പുറം ചടിക്കിടന്നവളാണ് ഈ ആവണി വിശ്വനാഥ്. ഇപ്പോഴേ കളഞ്ഞിട്ട് ഓടിയാലാ? വേണ്ട, അവിടെയിലപ്പം വീട്ടിലൊരു കാര്യം അറിഞ്ഞ് വീഴ്ത്തും. കൂടെ പോയാൽ കുഴപ്പമില്ല. ഇപ്പൊ എന്തിനു വണ്ടി നിർത്തിയാ? എന്ത് റൊമാൻറ്റിക് ആയിട്ട് വന്നതാ. എന്ത് രസാ കേട്ടിരിക്കാനായിട്ട്. ബാക്കി പറ, എന്തിനായി? എനിക്ക് കഥയൊന്നുമില്ല. കഥയൊക്കെ തീർന്നു. കഥയും തീർന്ന് വീട് കത്തി. ഇതാ അവരെ നിൽക്കുന്ന ഇറങ്ങാൻ കേട്ടു. മോളെ ബാ ഇറങ്ങ്.
ഞാൻ ഭദ്ര, അവന്റെ അമ്മയാ. Oh, you are the light when my skies turn gray. The love that never fades away. No matter how far, no matter how long, in your arms I'm forever home. മോളെ, കുഞ്ഞിനെഞ്ഞതാ, ഞാൻ വെച്ചോളാം. പേടിക്കണ്ടടാ, അമ്മയല്ലേ ചോദിക്കുന്ന. നീ തന്നേരേ. ഹലോ, ഞാൻ അവന് ഈ വീട്ടിലെ മകളാണ്. പക്ഷെ ഇവിടെ എല്ലാവരും എന്നെ വരുമ്പോഴായി ട്രീറ്റ് ചെയ്യുന്നു. എനിക്ക് ചെറിയ സങ്കടപ്പെട്ട എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ താൻ വന്നില്ലേ, നമുക്ക് കമ്പനിയാ. ഓക്കെ, വാ നമുക്ക് പോവാം. നമുക്ക് കുളിച്ചിട്ടൊക്കെ വരാം. അപ്പോഴേക്കും കുഞ്ഞാമ്മ വെച്ചേക്കും. വാ നമുക്ക് ഞാൻ റൂം കാണിച്ചു തരാം. പറയോ. മോള് കുഞ്ഞിനെ കാര്യമൊക്കെ പേടിക്കണ്ട. പോയി ഫ്രഷ് ആവും നോക്ക്. നേരം പുലരാറായി. അന്നത്തെ കഴിച്ചിട്ട് പോയി കുറച്ചു നേരം കിടക്കുക. അല്ലെങ്കിൽ നല്ല തലവേദനയൊക്കെ എടുക്കും രാവിലെ ആകുമ്പോ. ചെല്ലേ. ഞാൻ പരിചയപ്പെട്ടാൻ മറന്നുമില്ല. എന്റെ പേര് വിശ്വനാഥ്. ഇവരെ അച്ഛനാ. My daughter, you're my light. Through every darkest night, I'll guard you through the fight, with love forever bright. അതിനിവിടെ ആരെങ്കിലും ചോദിച്ചോ? ഓ, പരിചയപ്പെടാൻ വന്നേക്കുന്നു. ഇതൊന്നും വലിയ കാര്യമില്ല. എടുക്കാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഇതാണ് തൻ്റെ റൂം. നമ്മളെ അച്ഛനും അച്ഛനും ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് കിടക്കാനായിട്ട് ഉണ്ടാക്കിയിട്ട റൂമാണ്. പക്ഷെ ഇപ്പം അവരാരും വരാറില്ല. അവരൊക്കെ നല്ല അവർക്ക് വയ്യാതെയായി കിടപ്പില്ല. അതുകൊണ്ട് പിന്നെ അവരാരും വരാറില്ല. അതുകൊണ്ട് താൻ യൂസ് ചെയ്തോ. പിന്നെ കുറേ നാളായി അവരൊക്കെ വന്നിട്ട്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കുക. നമുക്ക് സമയത്ത് വൃത്തിയാക്കാം. ഓക്കെ, ഇപ്പം ഇതാ എൻ്റെ 2 ഡ്രസ്സാണ്. ഇപ്പം ഇന്ന് 2 ദിവസത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ പുറത്തു പോയി നല്ല തനിക്ക് ഇഷ്ടപ്പെട്ടായെന്ന് വെച്ചാൽ അത് വേണം കേട്ടാ. ഇപ്പം പോയി വേഗം ഫ്രഷ് ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കാവേ. അത് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നോളാം. താൻ പോയി കിടന്നു. എനിക്കിതൊക്കെ ശീലമായിട്ട് സാരമില്ല. താൻ പോയി കിടന്നു. നേരം പുലരാറായില്ലേ. അയ്യട വനമേ, അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പോണില്ല. ഞാൻ പോണെങ്കിൽ തന്നെ കൊണ്ടേ പോണുള്ളൂ. പിന്നെ ഉറക്കം അതാ മിച്ചമില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചാൽ കിടക്കുന്നത്. എനിക്ക് ഉറക്കം വരൂലല്ലാതെ. അതുകൊണ്ട് താൻ പോയി ഫ്രഷ് ആയിട്ട് വേഗം വാ. എനിക്കെന്റെ ചെറുകനെ കൊണ്ട് പോവാളാ. മോനെ വെച്ചു ചെല പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാ. ഇത്രയും നേരം യാത്രയൊക്കെ ചെയ്തതല്ലേ. ഞാൻ ഒരുത്തി ഇവിടെ ഉറങ്ങിയാണിരുന്നു. അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങും വെച്ചേന്. ആടത്ത് പറയും അവൾ ഈ സോഫയിൽ നിന്ന് ഉറങ്ങി. വേഗം പോയിട്ട് വാ. എല്ലാം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ തന്നെ കൊണ്ട്. അമ്മ ശരി. അവിടുത്തെ എത്ര പറഞ്ഞാലും കേൾക്കൂല. അമ്മ എല്ലായിടത്തും ഞാൻ വരുന്നു. ഓടി വരാം. വിഷേട്ടാ നോക്കി എന്ത് ഐശ്വര്യല്ലേ കുഞ്ഞിനെ കാണാൻ. ആ മോളെ പോലെ തന്നെ. ആ മോളെ വാർത്ത് വെച്ച പോലെ ഉണ്ട്. എന്തായാലും ഒരു 3-4 മാസം പ്രായം കാണുമല്ലേ കുഞ്ഞിന്. അത് കാണൂടോ. അതെ, ഞാനും ശ്രദ്ധിച്ചു. ആ മോളെ പോലെ തന്നെ. ആ മോളെ ശ്രദ്ധിച്ചതെന്ന് എന്തൊക്കെയോ ദുഃഖങ്ങളുള്ള ആളല്ലേ. പുറമെ വന്ന് ചിരിച്ചു കാണിച്ചെങ്കിലും എന്തൊക്കെയോ മനസ്സിൽ ഒരുപാട് സങ്കടമുള്ള പോലെ. നമ്മളായിട്ടൊന്നും ചോദിക്കാൻ പോണ്ട. നമ്മളായിട്ട് അതിനൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യിക്കണ്ട. മോളായിട്ട് തന്നെ ഒന്ന് പറയട്ടെ. ഞാനും അതന്നെ വിചാരിച്ചേട്ടാ. ആ മോക്ക് വേണ്ട ടൈം എടുത്തിട്ട് പറയട്ടെ. അല്ല നമ്മളായിട്ട് അങ്ങോട്ട് ചോദിക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ
ആദിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. വിച്ചു ഒന്നും ചോദിച്ചില്ലെന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചില്ലമ്മ, അവനെക്കുറിച്ച് മാത്രമേ പറഞ്ഞോളെന്ന് പറഞ്ഞു. പറഞ്ഞോണ്ടിരിക്കണമെന്ന് പറഞ്ഞു. നേരത്തെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോ എന്നെ വിളിച്ചായിരുന്നു. എന്തായാലും മോക്ക് തോന്നുമ്പോ പറയട്ടെ. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ അവളെ കാര്യം അറിയാല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് എന്തായാലും അവള് ചോദിക്കാൻ പോകില്ല. എന്തായാലും പറയട്ടെ. പക്ഷെ മോളെ പേരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. മോളെയും കൊച്ചിന്റെ പേരൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതെങ്കിലും വിളിക്കായിരുന്നല്ലോ. സമയാവട്ടെ. താൻ കുഞ്ഞിനെ ഇനി എന്നിട്ട് അവർക്ക് വേണ്ട എടുത്ത് എല്ലായിടത്ത് അവരിപ്പോ ഇറങ്ങി വരും. ശരിയല്ലേ? അത് ശരിയേട്ടാ. ഏട്ടൻ വെച്ചോ, ഞാൻ അവർക്കെല്ലാം കഴിക്കാൻ എടുക്കട്ടെ. അല്ലടോ, അഭി വിളിച്ചിരുന്ന എവിടെ എത്തിയെന്ന് പറഞ്ഞായിരുന്ന? ഏട്ടാ വിളിച്ച്. കൊച്ചൊക്കെ വന്നാന്ന് തിരക്കി. അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഇവിടെ താമസിക്കുമെന്ന് പറഞ്ഞു, കിടക്കാൻ പറഞ്ഞു. കൊച്ചിനെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലാ. കഴിഞ്ഞ പോവാ, അമ്മോടെ കാത്തിരിക്കുകയില്ലേ? പോവാം. എനിക്കൊന്നും വേണ്ടായിരുന്നു. ഞാൻ വരണ വഴിക്ക് ചേട്ടൻ ചായ വാങ്ങി തന്നായിരുന്നു, അത് മതിയായിരുന്നു. അതെന്റെ അടുത്ത് പറയണ്ട, താഴ്ച നമ്മ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പൊ അമ്മേരെ വെറുതെ കുറച്ച് ചീത്ത വിളിയേക്കും. അപ്പൊ കഴിക്കാനുള്ള ഒരു മൂഡ് കിട്ടും. എന്റെ അടുത്ത് പറയണ്ട. എനിക്ക് കയ്യാമ്മേരെ തെറിയുടെയൊക്കെ വായോ, നമുക്ക് പോവാം. അത് വേണ്ട, ഞാൻ വന്നോളാം. കുഴപ്പമില്ല. அந்த പയറുക്കട്ടും. എന്റെ അമ്മേനെ കുറിച്ചൊന്നും അറിഞ്ഞൂടെ. എന്റെ അമ്മ ഉണ്ടല്ലോ, ദേഷ്യം വന്ന പാൻ എടുക്കും, കറക്കി എറിയും. ആ കറക്കി എറിയുന്ന നേരെ ടാർഗറ്റിൽ ചെന്ന് ഇടിച്ചിട്ട് തിരിച്ച് അമ്മേരെ കൈ ചെന്നിരിക്കും. അത്രയ്ക്ക് കഴിവുള്ള വ്യക്തിയാ എന്റെ അമ്മ. എത്ര തവണ അമ്മേരേന്ന് ചെരുപ്പിട്ടേറ് കൊണ്ടേക്കുന്ന എനിക്കതൊന്നും വലിയ പുത്തിരിയില്ല. പക്ഷേ തനിക്കതൊരു പുത്തിരിയാണ്. എന്തൊക്കെ കാണാനും കേൾക്കാനും കൊള്ളാനും ഇരിക്കുന്നു. കമോൺ, നമുക്ക് പൊക്കളയാം. നിങ്ങൾ ഇറങ്ങി വന്ന മോളെ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. മോള് വാ, വന്നിരി. അന്നിരുന്ന ഇതൊക്കെ എടുത്ത് കഴിച്ചാണ്. കുറച്ചേ ഉള്ളൂ, വേഗം കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. കുഞ്ഞിന് പാലൊക്കെ കൊടുക്കാനുണ്ടല്ലോ, ഒന്നും കഴിക്കാതെ കിടക്കണ്ട. ഞങ്ങള് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ? സോറി. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ എന്താ, ഇവൻ വരാതെ ഉറങ്ങാറേ ഇല്ല. ഇവളും ഇരിക്കും എന്റെ കൂടെ. അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. മോള് മനീത് കഴിക്കാൻ നോക്ക്. അങ്ങനെയുള്ള വിഷമമൊന്നും മനസ്സിന് വേണ്ട. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് വീണ്ടും ഒരു മോളെയും കൂടെ കിട്ടി. മോളെ കൂടെ ഒരു കൊച്ചുമോനെയും കിട്ടി. ഞാനിപ്പോ ഡബിൾ ഹാപ്പിയാ. എന്നിട്ടാ ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. മോളെ, ഇനി കുഞ്ഞിനെ എന്നാ കൊണ്ടുപോകേണ്ട ആശുപത്രിയില്? കൊണ്ട് ചെല്ലണ കാര്യമെല്ലാം പറഞ്ഞായിരുന്ന? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. മുറിവുകള് ഉണങ്ങിക്കോളൂന്ന് പറഞ്ഞു. മരുന്നൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഉണങ്ങിയില്ലെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കേണ്ടി വരും. അല്ലാതെ അഭി വല്ലതും കൊണ്ട് തന്നായിരുന്ന? ഞാനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ല. അല്ലാതെ അഭി വല്ലതും കൊണ്ട് തന്നായിരുന്ന? ഞാനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ല. അല്ലാതെ അഭി വല്ലതും കൊണ്ട് തന്നായിരുന്ന? ഞാനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ല. അല്ലാതെ അത് പറഞ്ഞപ്പോഴാ ചേട്ടൻ കൊണ്ടുവന്നായിരുന്നു. ഞാൻ കുറച്ച് ഡ്രസ്സുകള്, കുഞ്ഞിന്റെ കുറച്ച് തുണികള് ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്നു. അത് ഞാൻ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. കറക്റ്റ് ആവുമെന്ന് അറിയൂല. ഏട്ടൻ ഇതുവരെ കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല. എന്നായിരിക്കും പ്രായം പറഞ്ഞ ചേട്ടൻ വാങ്ങിയത്. ചിലപ്പോ ശരിയായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പിന്നെ വാങ്ങാം. പിന്നെ എന്തായാലും നമുക്ക് പോയല്ലേ പറ്റും. തനിക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇടാനായിട്ടൊക്കെ വാങ്ങണ്ടേ. ഇപ്പം കുറച്ച് ദിവസത്തേക്ക് എന്റെ കുറച്ച് ഡ്രസ്സൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് തനക്കും താനും ഓക്കെ ഒക്കെ ആയിട്ട് നമുക്ക് പോവാം. പോയി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് കുഞ്ഞിനും തനിക്കൊക്കെ വേണ്ടതൊക്കെ വാങ്ങി എന്നിട്ടൊക്കെ വരാം.
ഏട്ടാ ഭയങ്കര സങ്കടത്തിലാ പോയത്, കുഞ്ഞിരമ്മ കാണാൻ പറ്റില്ലെന്നും പറഞ്ഞ്. ഏടോ അറിയാവുന്ന കസ്റ്റമർ ആയിരുന്നു, അതുകൊണ്ടാ പോയത്. അയ്യോ അത് വേണ്ടായിരുന്നു, ഞാൻ മോനിക്കുള്ള കുറച്ച് തുണികളെ ബാഗിലേക്ക് എടുത്ത് വെച്ചിരുന്നായിരുന്നു. ദേ കൊച്ചെ, ഇനി നല്ല തല്ല് കിട്ടും കേട്ടാ. ഇനി മേലെ നിന്റെ വായില് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ വാക്ക് വന്നു പോരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവ എന്നെ വിളിച്ചിട്ട് ഞാൻ എന്റെ അനിയത്തിനെയും കൊണ്ട് വരട്ടെ, വല്ല അമ്മയ്ക്ക് വല്ല ബുദ്ധിമുട്ടോ ഉണ്ടാന്നാ ചോദിച്ചേ. ഇവനാ തല്ല് കൊടുക്കേണ്ട. ഞാൻ പ്രസവിച്ച എന്റെ 2 മക്കളെയും കാട്ടി എനിക്കിഷ്ടം എന്റെ മോനെ തന്നെയാ, എന്റെ വിച്ചുവിന്. അവൻ കഴിഞ്ഞിട്ടുള്ളു വേറെ എന്തും. അപ്പൊ അവൻ വിളിച്ചിട്ട് അവന്റെ അനിയത്തിനെ കൊണ്ടുവരട്ടാന്ന് എന്റെ ചോദിക്കുമ്പോ ഞാൻ എന്തിനാ അവനെ എതിർക്കണം? അപ്പോഴാ അവള് കുറെ ബുദ്ധിമുട്ട്. ഇനി മേലെ അങ്ങനെ വാക്ക് പറഞ്ഞു പോരുത്. ഇവിടെ കുട്ടികൾ ആരുമില്ല, എല്ലാവർക്കും കുട്ടികളെ ഒത്തിരി ഇഷ്ടമാ. അപ്പം ഇതിനി എന്റെ കൊച്ചുമോനാ, എന്റെ അല്ല ഞങ്ങളുടെ കൊച്ചുമോൻ. പിന്നെ നീ ഞങ്ങളെ മോള്, മനസ്സിലാക്കിക്കോ. ഇനി മാറ്റിക്കോ. ഞാൻ എന്നെ അമ്മയെന്ന് വിളിച്ചോണ്ട് എന്റെ വിഷുവേട്ടനെ അച്ഛാന്നും വിളിച്ചോണ്ട്. ഞങ്ങൾക്ക് അതാ ഇഷ്ടം, അല്ലാതെ ആന്റി ഞങ്ങളൊന്നും വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പറഞ്ഞില്ലെന്ന് വേണ്ട, അവളൊരു ബുദ്ധിമുട്ട്. ഞാൻ കഴിച്ചിട്ട് എന്റെ പോയി കിടന്ന് കുറച്ചു നേരം ഉറങ്ങാൻ നോക്ക്. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. എന്റെ അച്ഛനും അമ്മയും എന്നെ വിട്ട് പോയതിനു ശേഷം എനിക്ക് അമ്മയുടെയും അച്ഛൻ്റെ. അതെ, ഞാൻ നിന്റെ അമ്മ തന്നെയാ. നിനക്ക് ആരെയും അവകാശം വേണ്ട എന്നെയും ആ ഇരിക്കുന്ന മനുഷ്യനെ അമ്മ അച്ഛന്ന് വിളിക്കാൻ. ഞങ്ങളെ പോലെ അനുവാദം വേണ്ട. ജീവിതം അങ്ങനെയാടാ. നമ്മൾ ഒത്തിരി സ്നേഹിച്ച് നമ്മളടുത്ത് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ, നമ്മളെ കൂടെ എന്നും വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് നിൽക്കുന്ന മനുഷ്യന് നമ്മളിൽ നിന്ന് അള്ളിപ്പറിച്ചെടുത്തോണ്ട് പോകും. പക്ഷേ ആ സ്നേഹം നമ്മളിൽ നിന്ന് വിട്ടു മാറില്ല, അതെന്നും നമ്മളെ കൂടെ തന്നെ കാണും. മോളിങ്ങോട്ട് നോക്കി. മോള് സ്വന്തം അച്ഛനാവാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ കർമ്മം കൊണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും മോളെ സ്വന്തം അച്ഛനാവാൻ. മോളെ അച്ഛനാകാൻ, സ്വന്തം അച്ഛനല്ല അച്ഛനാകാൻ. എനിക്ക് 2 മക്കളാ. ഒന്ന് ഈ ആദി, മറ്റൊരാൾ അഭി. അവരിവിടെ ഇല്ല, നാളെ മോക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെയുള്ള ഞങ്ങൾക്ക് വേറൊരു മോനെ കിട്ടി. ഇതാ ഇരിക്കുന്ന വിച്ച്, എന്റെ മരുമോനല്ല, എന്റെ സ്വന്തം മോൻ. രക്തബന്ധം കൊണ്ടല്ല, കർമ്മബന്ധം കൊണ്ട്. അവൻ എന്റെ മോനാ. ഇപ്പം അവനിലൂടെ എനിക്കൊരു മോനെ കിട്ടി. നിന്നെ എന്റെ സ്വന്തം മോളാക്കാനാണ് എനിക്കിഷ്ടം, എന്റെ മോളെ കാണാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. ഞാനും ഇതായിരിക്കുന്ന എന്റെ ഭാര്യ, നിന്റെ അച്ഛനും അമ്മയും തന്നെയാണ്. നിനക്ക് അങ്ങനെയല്ല വിളിക്കാം. ആരെ മുമ്പ് വെച്ച് എത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ചാണെങ്കിൽ ഞങ്ങളെ വിളിക്കാം. അങ്ങനെ നിനക്ക് അതിനുള്ള അവകാശമുണ്ട്. അവൻ ഞങ്ങളെ മോനാ, അപ്പൊ നീ ഞങ്ങളെ മോളാ. അവൻ വിളിച്ച് പറഞ്ഞത് എന്തായിരുന്നു? എന്റെ അനിയത്തി ഞാൻ കൊണ്ടുവരിക, അച്ഛനും അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടാകുന്നു. ഇത് അവന്റെ വേണ്ട. അവൻ എന്ത് കുഴപ്പം വരാനാ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം വരാനാ? അതുകൊണ്ട് മോളൊന്നും ഓർത്ത് വിഷമിക്കാതെ ഇപ്പം ആഹാരം കഴിച്ച് കുഞ്ഞിനെ കൊണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയ സമയത്തായെന്നറിയാമോ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഭാര്യ വന്നിട്ട് ഉറങ്ങുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്ന. ഏതാവട്ടെ, എന്റെ മോള് വേഗം കഴിച്ചാണ്. തനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയല്ലോ ഉണ്ടാ ഉണ്ടെങ്കിൽ തനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയല്ലോ ഉണ്ടാ ഉണ്ടെങ്കിൽ തനിക്ക് ഒറ്റ അല്ല ഉണ്ടെങ്കിൽ എന്റെ മോൾ എന്ത് ചെയ്യും? അതൊന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന് കേക്കട്ടെ. അല്ല ഉണ്ടെങ്കിൽ എന്റെ മോൾ എന്ത് ചെയ്യും? അതൊന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന് കേക്കട്ടെ. അല്ല ഉണ്ടെങ്കിൽ എന്റെ മോൾ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യൂല അമ്മ. കൂട്ട് കിടക്കണം. എനിക്ക് വെച്ചില്ല, ഉറക്കം വരൂല. അമ്മക്ക് അറിഞ്ഞൂടെ അമ്മ? അച്ഛായി അമ്മ ചോദിക്കാൻ നോക്ക്. അയ്യേ അമ്മ, ഞാൻ വിചാരിച്ചു നീ ആ കൊച്ചിനെ കൂട്ടിടക്കാനായിട്ട് പോയിരിക്കുമെന്ന്. അവളെ എന്റെ അടുത്ത് പറയാൻ നിൽക്കുന്നു. ഞാൻ പോയി കിടന്ന് ഉറങ്ങും വെച്ചേ രാത്രി. അയ്യേ അമ്മ, ഞാൻ വിചാരിച്ചു നീ ആ കൊച്ചിനെ കൂട്ടിടക്കാനായിട്ട് പോയിരിക്കുമെന്ന്. അവളെ എന്റെ അടുത്ത് പറയാൻ നിൽക്കുന്നു. ഞാൻ പോയി കിടന്ന് ഉറങ്ങും വെച്ചേ രാത്രി.
അയ്യേ അമ്മ, ഞാൻ വിചാരിച്ചു നീ ആ കൊച്ചിനെ കൂട്ടിടക്കാനായിട്ട്. അയ്യോ, എനിക്ക് ആരെയും കൂട്ട് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതിന് പേടിയൊന്നുമില്ല. ശരി, എന്നാ ഞാൻ പോകുന്നു. മോക്കാരും കൂട്ടുവേണ്ടത്. നീ വന്നാലേ ഭദ്ര നമുക്കിടെ ഉറങ്ങാം. എനിക്ക് ഉറക്കം വന്നു. വേഗം ഓ, രക്ഷപ്പെടുന്നുണ്ടല്ലേ രണ്ടും കൂടെ? രക്ഷപ്പെടുമ്പോ ഓടുന്ന നോക്കിയാണ് രണ്ടും കൂടെ. അതെ, വയസ്സായി, ഇനി ഒറ്റയ്ക്ക് കിടക്കാം, കുഴപ്പമൊന്നുമില്ല. നീ പോടി അസൂയാലു. മോളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കണ്ട. ശരി എന്നാ, അച്ഛൻ ഉറക്കം വന്നടാ, അതുകൊണ്ടാണേ. ഓ, തന്തേനാണത്രേ തന്തേ. പ്രായമാവുന്നതിനനുസരിച്ച് വഷളായി വരുന്നുണ്ട്. ശരിയോടാങ്കി, ഗുഡ് നൈറ്റ്, ടാറ്റാ. ശരി എന്നാ, മോളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ ഒന്നും എണീറ്റ് ഇറങ്ങി വരാനൊന്നും നിൽക്കണ്ട. മോളെ ക്ഷീണമൊക്കെ മാറി നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങി വന്നാൽ മതി. ഞാൻ രാവിലെ ഒന്ന് ഓഫീസിൽ പോകും. 2 ഫയൽ എടുക്കാണ്ട്, അത് എടുത്തുകൊണ്ട് വരാം. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അത് തൊട്ടിപ്പുറത്തെ റൂമാണ് എൻ്റെത്. അപ്പൊ ശരിടാ, ഗുഡ് നൈറ്റ്. ഞാനും പോണു കിടക്കാം. വാ വെച്ചു നമുക്ക് കിടക്കാം. മമ്മിയുടെ പൊന്നെ, മമ്മി പോവാട്ടോ. ഗുഡ് നൈറ്റ്. ചക്കരമത്തിപ്പൊക്കെ നിന്നോട്ടാ. നാളെ രാവിലെ ഇട്ടിട്ട് നമുക്ക് രാത്രി വരെയും കളിച്ചു. മമ്മി എവിടെയും പോകില്ലല്ലോ. ശരി, മോളെ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഒന്നും ആലോചന എനിക്ക് പോയി കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി നേരി. അപ്പോഴേക്കും എല്ലാ ക്ഷീണവും ഒക്കെ അങ്ങ് മാറും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതാ എന്നെയോ ദൈവനെ എൻ്റെ മോനെയോ വിളിച്ച് അത് വിച്ചുവിട്ടന്. ബാക്കി 2 വിളിക്കണ്ട, അതിനിരിക്കില്ല. പിന്നെ അഭി വരുമ്പോൾ ഒരു നേരം ആവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വിളിച്ചാൽ മതി. ശരി അമ്മ, ഞാൻ വിളിക്കാം. ശരി അമ്മ, ഏട്ടാ ശരി. അമ്മ, അച്ഛ, ഞാൻ എടുത്ത തീരുമാനം ഒത്തിരി വലുതായിപ്പോയി, അതെനിക്കറിയാം. പക്ഷേ ആ തീരുമാനത്തില് എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന നിങ്ങൾ രണ്ടുപേരുമായിരിക്കും എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ് ഈ നാള് വരെ സ്വയം പഴിച്ചുകൊണ്ട് നടന്നില്ലേ രണ്ടുപേരും? നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം എങ്ങനെയായെന്ന്. മരണം വരെയും സമാധാനം കിട്ടിയിട്ടില്ല രണ്ടുപേർക്കും. നിങ്ങൾ രണ്ടുപേരെയും മരണത്തിന് കാരണം ഞാനാണെന്ന് ഓർക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞ് സഹിക്കുന്നില്ലമ്മ. എന്ത് സന്തോഷമായിട്ടാ നമ്മൾ ജീവിച്ചിരുന്ന. ഒരു ഇടിവെട്ടി മഴ കഴിഞ്ഞപ്പം ജീവിതം കൊണ്ട് മാറിയില്ലേ അമ്മ എല്ലാരും? എന്നിട്ട് പോയില്ലേ നിങ്ങൾ രണ്ടുപേരും? ആരും ഉള്ളതാക്കിയില്ലേ എന്നെ? ഇന്നും ഞാൻ ജീവിതത്തിൽ കടിച്ചു നോക്കി കിടന്നേനെ നിങ്ങളെ രണ്ടുപേരെയും കണ്ണന് വേണ്ടിയിട്ട്. അവന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ആ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നത്. ജീവിക്കണമെന്ന് വാശിയുള്ളത് അവന് വേണ്ടി മാത്രം. ഇല്ലെങ്കിൽ എപ്പോഴേ ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നേനെ. എത്ര മനസ്സ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ രണ്ടുപേരെയും ഒന്ന് ചേർത്ത് നിർത്താനായിട്ട്. നിങ്ങൾ എന്നെ വിട്ട് പോയില്ലേ അന്ന് തന്നെ എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമായത്. ജീവിതമല്ല, എൻ്റെ എല്ലാ സന്തോഷവും നിങ്ങൾ കൊണ്ടുപോയില്ലേ കൂടെ. ആകെ എനിക്കായി തന്നതാണ് എൻ്റെ കണ്ണന്. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞെനിക്ക് തന്നതാണ്. അവന്റെ ഓരോ ചിരിയിലും ഞാൻ നിങ്ങളെ കാണുന്നത്. അവന്റെ ഓരോ കൊഞ്ചലിലും ചിരിയിലും അവന്റെ ഓരോ നോട്ടത്തിലും നിങ്ങൾ രണ്ടുപേരും എനിക്ക് തന്ന വാത്സല്യം എനിക്ക് അവന്റെ കണ്ണോട് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ ജീവിതത്തിൽ നിന്ന് പുറത്തു വരൂലായിരുന്നു. പക്ഷെ അവനിക്ക് വേണ്ടി, അമ്മയുടെ അച്ഛൻ്റെ കണ്ണന് വേണ്ടിയിട്ട്
ഞാൻ ആ ജീവിതത്തിൽ നിന്ന് പുറത്ത് വന്നേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാ എനിക്കറിയാം നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തില്ലാന്ന്, നിങ്ങൾ എൻ്റെ കൂടെ പോണ്ടെന്ന്. എന്നാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ലമ്മ. പക്ഷേ ആ തീരുമാനം ആ സമയത്തെടുത്തത് ഒത്തിരി ഒത്തിരി നന്നായിപ്പോയെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അമ്മ കണ്ടില്ലേ, എൻ്റെ ആഗ്രഹം പോലെ ചേട്ടനെ കിട്ടി. ഒത്തിരി സ്നേഹമുള്ളൊരേട്ടൻ, എന്നെ ശകാരിക്കുന്ന ഏട്ടൻ, എന്നോട് കളിവാക്കുകൾ പറയുന്ന ഏട്ടൻ. ഇന്ന് അത്രയും വിഷമതയിൽ നിന്നിട്ടും ഇത്രയും ദൂരം വരെ വന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ സങ്കടം മാറി എനിക്കൊരു ഏട്ടനില്ലെന്ന്. അത് മാത്രമല്ല, ഇന്ന് എനിക്കൊരു പുതിയ അമ്മേനെ കിട്ടി, ഒരു അച്ഛനെ കിട്ടി, ഒരു നാത്തൂനെ കിട്ടി, ഒരു വായാടി കുറുമ്പി നാത്തു. എല്ലാവരും എനിക്കിഷ്ടമായി വീട്ടില്. എല്ലാരും എത്ര കെയറിങ് അമ്മ. ഞാൻ ആഗ്രഹിച്ചൊരു ഫാമിലി ഇതുപോലത്തെയായിരുന്നു. പക്ഷെ സാരില്ല, എൻ്റെ ഏട്ടൻ അങ്ങനെ ഒരു ഫാമിലി കിട്ടി. ഇപ്പൊ എനിക്ക് ഏട്ടനോട് എനിക്ക് കണ്ണനും അവ എല്ലാരെയും പോയി അമ്മ. ഇവിടുത്തെ അച്ഛൻ്റെ പോയി, അമ്മേനെ പോയി, ഏട്ടൻ്റെ പോയി. ഒത്തിരി സന്തോഷായി. പക്ഷെ ഞാൻ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടമ്മ. അച്ഛ ഒത്തിരി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായാണ്. ഈ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ നിങ്ങളായിരിക്കും നഷ്ടപ്പെടൂലായിരുന്നമ്മ. I miss you. I miss you. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായെരിഞ്ഞ സന്ധ്യമയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരണിഞ്ഞ രാത്രി തളർന്നു.
ഒരു കാര്യം പറയാനാണ് വന്നത്. എന്താന്ന് വെച്ചാലേ, ഞാൻ ഇതൊരു 3 എപ്പിസോഡിലൊക്കെ തീർക്കാന്നാണ് വിചാരിച്ചത്. 3 അല്ലെങ്കിൽ 4. അല്ല അതിൽ കൂടുതലങ്ങ് പോവണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇത് 3-4 തീരുമെന്ന് തോന്നുന്നില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഒരു 5 എപ്പിസോഡിലൊക്കെ തീർക്കാനായിട്ട്. ഇത് ഞാൻ ഇങ്ങനെ കുറച്ച് ലെങ്തിൽ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അല്ലാതെ ഇട്ടാനായിട്ട് അതിനങ്ങളെ ഇട്ട ഒരു സുഖം കാണൂല ഇങ്ങനെ കണ്ടിരിക്കാൻ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ടൈം എടുത്ത് ചെയ്ത. പക്ഷെ എനിക്കിപ്പം അതിപ്പോ 4 എപ്പിസോഡിൽ തീരുമെന്ന് തോന്നുന്നില്ല. ഇതിപ്പോ ഒന്നും ആയില്ലല്ലോ. അതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തൊക്കെ തീർക്കാം. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ അതനുസരിച്ച് അതിനുള്ള തീരുമാനം എടുക്കാം. അപ്പോൾ താങ്ക് യു ആൻഡ് ലവ് യു. പിന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പാവല്ലേ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി കേട്ടോ.